ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഗൂഗിൾ ഷീറ്റ് ഉപയോഗിച്ച് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം, അതിനുള്ള ഫംഗ്ഷൻ ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് നമ്മളൊരു വേർഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈക്വൽ സൈൻ കൊടുക്കാം. ട്രാൻസ്ലേറ്റിൻ്റെ ഫംഗ്ഷൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്നുള്ളത് തന്നെയാണ്. സെലക്ട് ചെയ്യുക. ഏത് ടെക്സ്റ്റ് ആണെന്നുള്ളത് സെലക്ട് ചെയ്തു, കോമ കൊടുത്തു. പിന്നെ സോഴ്സ് ലാംഗ്വേജ്, നമ്മളത് സോഴ്സ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അത് ഇംഗ്ലീഷ് എന്ന് ടൈപ്പ് ചെയ്തു. അതിൻ്റെ സോഴ്സ് ലാംഗ്വേജ് 2 അക്ഷരം ടൈപ്പ് ചെയ്താൽ മതി. എന്ന് ടൈപ്പ് ചെയ്തു, കോമ. ഏത് ലാംഗ്വേജിലേക്കാണ് മാറ്റേണ്ടതെന്ന് നോക്കാം. അത് മലയാളമാണ്. ML എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്തു. നമുക്ക് നോക്കാം. നമുക്കാണ് അവിടെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഹിന്ദിയിലേക്ക് എങ്ങനെ മാറ്റാൻ നോക്കാം. ഇതിൻ്റെ കമാൻഡ് ഈക്വൽ സൈൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. ടെക്സ്റ്റ് സെലക്ട് ചെയ്തു, ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്തു, ടു ഇംഗ്ലീഷ് ലാംഗ്വേജ്. സെക്കൻഡ് പാരാമീറ്റർ ഉണ്ട്, ഏത് ലാംഗ്വേജ് എന്ന് കൊടുത്തു. തേർഡ് പാരാമീറ്റർ ഏത് ലാംഗ്വേജിലേക്ക് മാറ്റണം എന്ന് കൊടുത്തു. ഹിന്ദി HI ടൈപ്പ് ചെയ്തു, ഹിന്ദിയിലേക്ക് മാറ്റി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അറബിക്കിലേക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈക്വൽ സൈൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റിന് കൊടുത്തു, സോഴ്സ് സെലക്ടിങ് ഇംഗ്ലീഷ് കൊടുത്തു, സോഴ്സ് ലാംഗ്വേജ് ഇംഗ്ലീഷ് EN, കോമ അറബിക് AR എന്ന് കൊടുത്തു. അപ്പം അറബിക്കിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി കൊറിയയിലേക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം. സെയിം ഈക്വൽ സൈൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, ടെക്സ്റ്റ് സെലക്ട് ചെയ്തു, കോമ ഏത് ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് EN, കോമ ഏത് ലാംഗ്വേജ് കൊറിയനിലേക്ക് KO കൊടുത്തു. നോക്കാം, കൊറിയൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ടിപ്പ് വളരെ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.